ഇന്ത്യയോടുള്ള ചൈനയുടെ വിരോധത്തെക്കുറിച്ച് നമുക്കറിയുന്ന ഒന്നാണ്. ഇന്ത്യയെ തകർക്കാനുള്ള ചൈനയുടെ ഓരോ പദ്ധതികളും പരാജയപ്പെടുമ്പോഴും ചൈന വീണ്ടും വീണ്ടും പുതിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരികയാണ് ഓരോ നിമിഷവും. ഇപ്പോ ചൈനയുടെ ഭാഗത്ത് നിന്നും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ചൈന ഒരു ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ ഡൈവേർട്ട് ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാർക്ക് സുക്കർബർഗ് പറയുന്ന പ്രകാരം ഇപ്പൊ മെറ്റയിൽ നിന്നും, അതായത് ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക് തുടങ്ങിയവയിൽ നിന്നും ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് ആണ് ഈ മെറ്റ തന്നെ റിസർച്ച് നടത്തി ഡിലീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അതായത് പഞ്ചാബിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പഞ്ചാബിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഖാലിസ്ഥാനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടുള്ള കുറെ അക്കൗണ്ടുകളാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചാബിലെ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അക്കൗണ്ടുകളാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ ഫേക്കായ അക്കൗണ്ടുകളാണ് മെറ്റ തപ്പിപ്പിടിച്ച് ഇല്ലാതാക്കിയിട്ടുള്ളത്. മെറ്റ ഉണ്ടാക്കിയ റിപ്പോർട്ടുകൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെന്ന് ഗൂഗിളിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കാം. അതായത് ഫേസ്ബുക്കിന്റെ 37 അക്കൗണ്ട്സും അതുപോലെ തന്നെ 13 ഫേസ്ബുക്ക് പേജുകളും 5 ചാനൽസും ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ 9 അക്കൗണ്ട്സുകൾ ഈ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ജോയിൻ ചെയ്തിരുന്നു. അതെല്ലാം ഈ അക്കൗണ്ടുകളെല്ലാം മെറ്റ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതെല്ലാം ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകളാണ്. ഈ അക്കൗണ്ടുകളെല്ലാം ചൈന തന്നെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടുകൾ തന്നെയാണ് എന്നാണ് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ. ഇത്രയും ഫേക്ക് അക്കൗണ്ട്സ് ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ഈ അക്കൗണ്ടുകൾ തന്നെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ചൈന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചൈന ചെയ്യുന്നത് ഇന്ത്യയിലുള്ള കുറച്ച് പ്രൊഫൈലുകളും പേജുകളും സെലക്ട് ചെയ്ത് ആ പേജുകളുടെ എല്ലാം ഫേക്ക് അക്കൗണ്ട്സ് നിർമ്മിക്കും. അതായത് ഇപ്പൊ പഞ്ചാബിലുള്ള ഒരാളുടെ പേജ് അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ അതുപോലെ മറ്റൊരു പ്രൊഫൈൽ ഫേക്ക് ആയിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്യും. അതുപോലെയുള്ള ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കും. എന്നിട്ട് അതുവഴി ഇപ്പൊ പഞ്ചാബിനെ അല്ലെങ്കിൽ ഖാലിസ്ഥാനെ വിഘടിപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അല്ലെങ്കിൽ ഖാലിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ എല്ലാം പോസ്റ്റ് ചെയ്യും. ഇന്ത്യയിലെ നിലവിലെ സർക്കാരിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടും. ഇതെല്ലാവരും കാണുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർ ചിന്തിക്കുന്നത് എന്താണ്? പഞ്ചാബിൽ ഇപ്പോ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറമെ നിന്ന ഒരാൾ നോക്കുമ്പോൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിൽ നിന്നും ചൈന ഉദ്ദേശിക്കുന്നത്. ഫേക്ക് ആയിട്ടുള്ള വാർത്തകൾ മാത്രമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഫേക്ക് അക്കൗണ്ട്സുകൾ നിർമ്മിക്കപ്പെടുന്നത്. പഞ്ചാബിലെ ഒരു ആക്ടിവിസ്റ്റിനെ കുറിച്ചുള്ള വാർത്തകൾ, പഞ്ചാബിലെ പ്രൊട്ടസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഫേക്ക് ആയിട്ടുള്ള വാർത്തകൾ, അതുപോലെ തന്നെ പഞ്ചാബിലെ വെള്ളപ്പൊക്കം ഉണ്ടായതിനെ കുറിച്ചുള്ള ഫേക്ക് ആയിട്ടുള്ള വാർത്തകൾ, ഇതെല്ലാമാണ് ചൈന ഉണ്ടാക്കിയ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നും ഉള്ളത്. നമുക്കറിയാം, ഈ കേരള സ്റ്റോറി എന്ന സിനിമ വന്നതോടുകൂടി അത് ഉണ്ടാക്കിയ ഒരു തരംഗം ചെറുതൊന്നുമല്ലായിരുന്നു ഈ കേരളത്തിൽ, അല്ലെ? അത് ഇന്ത്യയെ മുഴുവനായി ബാധിക്കുകയും അല്ലെങ്കിൽ കേരളത്തിൽ വലിയ രീതിയിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള പ്രധാന കാരണം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ചൈനയിലുള്ള ഒരു ടീം തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ട്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ പറയുന്ന ടീമിന് നല്ല രീതിയിൽ ഇന്ത്യയുടെ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയുന്നവരാണ്. അവരാണ് ഇന്ത്യയിൽ ഈ വിഘടനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയെ വീക്ക് ആക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇപ്പൊ ചൈനയും ഇന്ത്യയും തമ്മിൽ ശത്രുരാജ്യമാണ്, അല്ലാതെ സഹോദരി ബന്ധമുള്ള ഒരു രാജ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിർത്തി പ്രശ്നങ്ങൾ കാരണം ശക്തമായ രീതിയിലുള്ള എതിർപ്പാണ് ചൈന ഇന്ത്യയുമായുള്ളത്. ഇവിടെ ചൈനയിൽ നിന്നും വിടുന്ന ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലോകത്തെ ഏത് കോണിലുള്ള ആളുകളിലേക്കും എത്തിക്കപ്പെടും. നമുക്കറിയാം, ഒരു ചെറിയ റീലുകളോ അല്ലെങ്കിൽ പോസ്റ്റുകളോ തന്നെ നിമിഷ നേരം കൊണ്ട് എത്ര പേരിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം. നിമിഷ നേരം കൊണ്ട് ഇപ്പൊ മില്യൺ കണക്കിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന നിർമ്മിച്ച ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ എത്ര പേരിലേക്ക് എത്തിക്കാണും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്, അല്ലെ? എന്നാൽ ചൈന എന്ന രാജ്യത്തിന്റെ ഒരു വിവരം പോലും പുറം ലോകം അറിയുന്നുണ്ടോ? ആരും അറിയുന്നില്ല. കാരണം ചൈനയുടെ വൻമതിലിനെ കുറിച്ച് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചൈനയുടെ രണ്ടാമത്തെ ഒരു വാൾ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഗ്രേറ്റ് ഫയർ വാൾ ആണ്. ഇത് ഉപയോഗിച്ചാണ് ചൈനയുടെ വെബ്സൈറ്റുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്.
ഇപ്പൊ ഗവൺമെന്റ് അനുവദിക്കുന്ന വെബ്സൈറ്റുകൾ മാത്രമേ ജനങ്ങൾക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ള സൈറ്റുകൾക്ക് അവിടെ പ്രവേശനമില്ല, ചൈനയിൽ പ്രവേശനം ഉണ്ടാകില്ല. അതിനുവേണ്ടിയാണ് ഈ ഗ്രേറ്റ് ഫയർ വാൾ ചൈന ഉപയോഗിക്കുന്നത്. ഇവിടെ ചൈനയുടെ ഗവൺമെന്റ് തന്നെ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് നിർമ്മിച്ചു. ഇന്ത്യയുടെ പൊളിറ്റിക്സിനെ കുറിച്ചും ഇന്ത്യയുടെ കറന്റ് സിറ്റുവേഷനെ കുറിച്ചും നല്ല രീതിയിൽ അറിവുള്ളവരെ റിക്രൂട്ട് ചെയ്തു. അവരെ കൊണ്ട് ഈ ഫേക്ക് അക്കൗണ്ടുകളൊക്കെ നിർമ്മിച്ച് അതിൽ AI മാനിപ്പുലേറ്റഡ് ഫോട്ടോകൾ ഉപയോഗിച്ച് സ്ഥിരമായി കുറെ അക്കൗണ്ടുകൾ നിർമ്മിച്ച് കൊണ്ടിരിക്കുകയാണ്. അതുപയോഗിച്ച് ഇന്ത്യയുടെ ഫേക്ക് ആയിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇതാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചൈനയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി അധികമാരും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യ ഇതിനെതിരെ ശക്തമായ ഒരു നീക്കം തന്നെ എടുക്കണം. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ടുകൾ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു ടീമിനെ തന്നെ നിയമിക്കുകയും ചെയ്യണം. ചൈനയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തുകയും ഇന്ത്യ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.